പഞ്ചവർണ്ണ തത്ത വിൽപ്പനയ്ക്കെന്ന് പ്രചരിപ്പിച്ച പണം തട്ടിയ കേസിൽ ഒരാൾ വളാഞ്ചേരി പോലീസ് പിടിയിൽ. തിരുവനന്തപുരം വടശ്ശേരിക്കോണം സ്വദേശി നിവിൻ ഫെർണാണ്ടസിനെയാണ് പിടികൂടിയത്. ഓൺലൈൻ വഴി പരസ്യം നൽകി വളാഞ്ചേരി സ്വദേശിയിൽ നിന്ന് 2 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ജംഷീർ കൊടിഞ്ഞുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എന്താണ് ഇയാൾക്കെതിരെയുള്ള കേസ്? ജിൽസി പഞ്ചവർണ്ണ തത്തയെ വിൽക്കാനുണ്ടെന്ന് കാണിച്ച് വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഫോട്ടോ ഇട്ട് പല ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്ത സംഭവത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെ ഇപ്പോൾ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. അതായത് ഇയാൾ ഇത്തരത്തിൽ പഞ്ചവർണ്ണ തത്തയെ വിൽക്കാനുണ്ടെന്ന് കാണിച്ച് 3.5 ലക്ഷം രൂപ ആണ് ഇതിന് വില എന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുകയാണ്. അവരിൽ നിന്ന് പണം കൈക്കലാക്കിയതിനു ശേഷം മുങ്ങുകയും ചെയ്യുകയാണ് പതിവ് എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. പരാതിക്കാരന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് വാങ്ങിയത്. തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ ഇയാളെ ഓൺലൈനിൽ ലഭിക്കാതായി, ഫോണിൽ ലഭിക്കാതായി. തുടർന്ന് ഇയാൾ ഈ പരാതിക്കാരൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ പല ആളുകളിൽ നിന്നും പണം കബളിപ്പിച്ച് മുങ്ങിയ ആളാണെന്ന് മനസ്സിലായത്. തുടർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിക്കാരൻ തന്നെ മുൻകൈയെടുത്ത് മറ്റു പണം നഷ്ടപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു പരാതി നൽകി. എല്ലാവരുടെയും കൂടി ഒരു പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് ഇയാൾ ചെന്നൈയിലേക്ക് മുങ്ങുകയായിരുന്നെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. പരാതിക്കാരൻ തന്നെ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈയിൽ കണ്ടെത്തി തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് വളാഞ്ചേരി പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇയാൾ ഇത്തരത്തിൽ നിരവധി ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നേരത്തെയും ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ജിൽസി, ജംഷീർ തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വേങ്ങര ചേറൂർ സ്വദേശി പനക്കൽ അസീസിന്റെ മകൻ മുഹമ്മദ് നാഷിഹാണ് മരിച്ചത്. ജംഷീർ തുടരുന്നുണ്ട്. ജംഷീർ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ജിൽസി, ഇന്ന് രാവിലെ തിരൂരങ്ങാടിയിലെ ചെറുമുക്ക് കുണ്ടൂർ റോഡിലെ റഹ്മത്ത് നഗറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഈ മരിച്ച കുട്ടി വേങ്ങര സ്വദേശിയാണ്. ഈ കുട്ടിയുടെ ഉമ്മയുടെ വീടാണ് ചെറുമുക്കിൽ. ഇവിടെ വിരുന്നിന് വന്നതായിരുന്നു. ഇന്ന് കുടുംബത്തിൽ ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്നതായിരുന്നു. അമ്മാവിന്റെ മകനെ മദ്രസയിൽ കൊണ്ടുവിടാൻ വേണ്ടി രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടി ബൈക്കിൽ പോയതാണ്. ഈ അമ്മാവിന്റെ മകനെ മദ്രസയിലാക്കി തിരിച്ചു വരുന്ന വഴി നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് ആണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം തിരൂരങ്ങാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് പോലീസ് പറയുന്നത്. ശരി, ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്.